ഹലോ മൈ ഡിയേഴ്സ്, നമുക്കിന്ന് നല്ല ടേസ്റ്റിയും സോഫ്റ്റുമായ ഉപ്പുമാവ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നേക്കല്ലേ. ഉപ്പുമാവ് ഉണ്ടാക്കുന്നതിനായി നമുക്ക് റവ വറുത്തെടുക്കണം. 2 ഗ്ലാസ് റവയാണ് ഞാൻ വറുക്കുന്നത്. നമ്മൾ വറുത്ത റവ എന്ന് പറഞ്ഞ് വാങ്ങുകയാണെങ്കിൽ പോലും ഉണ്ടാക്കുന്നതിന് മുന്നേ ഇതുപോലെ ഒന്ന് വറുത്തെടുക്കണം, നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. കുറച്ച് അണ്ടിപ്പരിപ്പ് നമ്മൾ വറുത്തെടുത്ത് വെക്കുന്നുണ്ട്. വെളിച്ചെണ്ണയുടെ കൂടെ നെയ്യ്, ഇഷ്ടമുള്ളവർക്ക് കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ കടുകിട്ട് പൊട്ടിച്ചു. കുറച്ച് ഉഴുന്നുപരിപ്പ് കൂടി ചേർത്തു. അത് മൂത്ത് വരുമ്പോൾ ഉണക്കമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നു. പിന്നെ സവാള, ഇഞ്ചി, പച്ചമുളക് എല്ലാം കൂടി ചേർക്കുന്നു. പിന്നെ കുറച്ച് ക്യാരറ്റ് അരിഞ്ഞതുണ്ട്, അതും കൂടി ചേർത്തു. എല്ലാം കൂടി നന്നായി വഴറ്റിയെടുക്കുക. ഇനി പച്ചക്കറിക്ക് വേണ്ടുന്ന കുറച്ച് ഉപ്പ് കൂടി ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കുക. പച്ചക്കറികളെല്ലാം ഒന്ന് വഴന്ന് വരുമ്പോൾ നിങ്ങൾക്ക് ബീൻസൊക്കെ വേണമെങ്കിൽ ചേർത്തോ, ബീൻസോ അല്ലെങ്കിൽ ഗ്രീൻ പീസോ ഒക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ വെള്ളം ഒഴിച്ചു. 2 ഗ്ലാസ് റവയാണ്, അപ്പോൾ ഞാൻ 3 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് എന്നില്ല കണക്കിൽ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഉപ്പും ചേർത്ത് കൊടുത്തു. മഞ്ഞൾപ്പൊടി ആ പച്ചക്കറിയൊക്കെ വഴറ്റുന്ന സമയത്ത് തന്നെ ചേർത്ത് കൊടുത്തേ, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഒഴിവാക്കാം. അപ്പോൾ എല്ലാം തിളച്ച് വന്നു. ഈ സമയത്ത് ഉപ്പ് നോക്കണം, വെള്ളത്തിന് നല്ല ഉപ്പുണ്ടാകണം, എന്നെങ്കിലേ ഉപ്പുമാവിന് പാകത്തിനുള്ള ഉപ്പുണ്ടാവുകയുള്ളൂ. അതൊന്ന് ശ്രദ്ധിക്കണേ. വെള്ളമൊക്കെ തിളച്ച് വന്നു. പിന്നെ റവ ചേർത്ത് കൊടുക്കുന്നു. റവ ചേർത്ത് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണേ. കട്ട പിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ പോകില്ല. അപ്പം നന്നായി ഇളക്കി കൊടുത്തു. തീ കുറച്ച് വെക്കണേ, ഇല്ലെങ്കിൽ അത് ഇങ്ങനെ മേത്തേക്കെല്ലാം തെറിക്കും. അപ്പം നന്നായി ഇളക്കി മിക്സ് ചെയ്ത് എല്ലാം കൂടെ ഒന്ന് തട്ടിപ്പൊത്തി അടിച്ച് വെക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിലായിരിക്കണം, ഇല്ലെങ്കിൽ അടിക്ക് പിടിക്കും. 1 മിനിറ്റ് ഒന്ന് അടിച്ച് വെക്കുക. തുറന്നതിന് ശേഷം ഇതൊന്ന് മറിച്ചിട്ട് ഇടുക. അടിമറിച്ച് ഒന്നും കൂടി തട്ടിപ്പൊത്തി വെക്കുക. തേങ്ങ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കണേ. ഇനി ഇത് കുറേശ്ശെയായി ഇങ്ങനെ ചിക്കി ഇളക്കി ഡ്രൈ ആക്കി എടുക്കുക വേണ്ടത്. ഇങ്ങനെ അടച്ച് വെച്ച് നമ്മൾ തട്ടിപ്പൊത്തി അങ്ങ് അടച്ച് വെക്കുമ്പോൾ അത് അവിടെ കിടന്ന് അങ്ങനെ പോവുകയും ചെയ്യും, നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും. നമ്മൾ വറുത്തെടുത്ത് അണ്ടിപ്പരിപ്പ് കൂടി അതിൽ ചേർത്ത് കൊടുത്തു. എല്ലാം കൂടി ഇളക്കി നല്ല തട്ടിപ്പൊത്തി എടുത്താൽ നമ്മുടെ ടേസ്റ്റിയായ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കണേ. താങ്ക് യു.